വെട്ടുംകുത്തും കൊള്ളണമെന്നാണോ ഗാന്ധിസം? ഇവിടെ ജനാധിപത്യ അവകാശങ്ങൾ ചവിട്ടിമതിക്കുമ്പോൾ അതിന് പഞ്ചപുച്ഛ മടക്കി അംഗീകരിക്കാനാണോ ഗാന്ധിസം? ഇവിടെ സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോൾ വായ പൂട്ടി മുടി കണക്കുന്നതാണോ സ്വാതന്ത്ര്യം? പൊതുയോഗം നടത്തുമ്പോൾ പൊതുയോഗം അടിച്ചു കലക്കുമ്പോൾ ബൈക്ക് സെറ്റും കെട്ടിട്ട് തിരിച്ചുപോക്കാണോ ഗാന്ധിസം? ഇവിടെ ഞങ്ങളെ പ്രിവിലേജാണ്, ഈ രാജ്യത്തിലെ ഒരു പൌരന്റെ പ്രിവിലേജാണ് സംഘടനാ സ്വാതന്ത്ര്യവും ജനാധിപത്യവും. അത് നിഷേധിക്കുന്ന മണ്ണാണ് ഈ കണ്ണൂര്. എത്ര വർഷമായി ഇന്നും പാർട്ടി ഗ്രാമങ്ങളില്ലേ? എന്താ പാർട്ടി ഗ്രാമങ്ങൾ നിലനിൽക്കുന്നത്? ആ പാർട്ടി ഗ്രാമങ്ങൾ നിലനിൽക്കുന്നത് അവിടെ വേറൊരാൾക്ക് പോയിക്കൂടാ, അവിടെ കൊടി വെച്ചൂടാ, അവിടെ ബോർഡ് വെച്ചൂടാ, അവിടെ ആഫീസ് നടത്തിക്കൂടാ, അവിടെ പാർട്ടി ഓഫീസ് തുറന്നുകൂടാ, പൊതുയോഗം വെച്ചൂടാ, വോട്ടർ പട്ടിക പേര് ചേർത്തുകൂടാ, ബൂത്തിൽ ഏതെങ്കിലും ഇരുന്നൂടാ. നിങ്ങൾക്കറിയോ ഇന്ന് 65 വർഷമല്ലേ സ്വാതന്ത്ര്യം പിന്നിട്ടിട്ട് ഇപ്പോഴും കണ്ണൂർ ജില്ലയിൽ ബൂത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ഏജന്റ് ഇരിക്കാൻ സാധിക്കാത്ത ബൂത്തുകളുണ്ട്. എവിടെ ജനാധിപത്യം? ആ ജനാധിപത്യം അത്രയും ചവിട്ടി മതിക്കുമ്പോൾ അതിനെ നിർനിമേഷരായി നോക്കി നിൽക്കുകയും അതിനെ നിർനിമേഷരായി വായ മൂടിക്കെട്ടി തിരിഞ്ഞു പോക്കുവാണ് ഗാന്ധിസമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, അനീതിയെ അക്രമത്തെ പല്ലും നഖവും വെച്ച് ചെറുക്കണം. അതേ ഞാൻ എന്റെ പാട്ടുപോത്തോട് പറയുന്നുള്ളൂ, പല്ലും നഖവും വെച്ച് ചെറുക്കണം. ഈ ഹിംസയിലൂടെ ചെറുക്കാൻ പറഞ്ഞിട്ടില്ല. ഹിംസയിലൂടെ എന്ന് പറഞ്ഞാൽ പല്ലും നഖവും വെച്ച് ചെറുക്കുക ഹിംസ തന്നെയല്ലേ? അത് ഹിംസയാണ്. ഞാനൊരു കാര്യം പറയാം, ഞാൻ പൂർണ്ണമായ ഒരു ഗാന്ധിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പൂർണ്ണനായ ഒരു ഗാന്ധിയാണ്. ഗാന്ധിയുടെ ഒരു 100% ഞാൻ ഗാന്ധിയനായി ജീവിക്കുന്ന ഞാൻ ഇവിടുത്തെ അക്രമവും ഇവിടുത്തെ CPM-ന്റെ അനീതിക്കുമെതിരെ ഞാൻ അണികളോട് ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ പറയുന്ന ആളാണ്. ഞാൻ ആയുധമെടുത്ത് പോരാടാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഒരു CPM നേതാവിനെ കൊല്ലാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഏതെങ്കിലും വെട്ടാനും കൊത്താനും പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങളെ സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നിടത്ത് നിങ്ങൾ ചെറുത്തു നിൽക്കണം. ആ ചെറുത്തു നിൽക്കാൻ സാധിച്ചതുകൊണ്ടാണ് കണ്ണൂരിൽ കോൺഗ്രസ് വരെ മുമ്പോട്ട് വന്നത്. പക്ഷേ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല, CPM-കാർ മാത്രമല്ല ഈ രീതിയിൽ അക്രമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് താങ്കളെ വിമർശിക്കുന്നത്. തങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് ശക്തമായ വിമർശനം എന്റെ പാർട്ടിക്കകത്തുള്ള വിമർശനം നിങ്ങൾ